അത്യാവശ്യമായിട്ട് കമ്പനിയിൽ നിന്ന് ഒരു കോള് വന്നായിരുന്നു. എന്തിന്? അത് ശർമ്മ ഗ്രൂപ്പ് ഓഫ് കമ്പനി ഇല്ലേ, അവർക്ക് നമ്മൾ അർജന്റായിട്ട് കാണണമെന്ന്. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്യാമെന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഇല്ലേ, അതിലെന്തോ അവർക്ക് എന്തോ ഡൗട്ടെന്നോ എന്തോ മാറ്റണമെന്ന് അങ്ങനെ എന്തോ പറഞ്ഞോണ്ടാ വിളിച്ചത്. സോ നമ്മളോട് 3 പേരോടും പോകാനാ പറഞ്ഞിരുന്നത്. അതിന് വേണ്ടിയിട്ട് വിളിക്കാനാണ് ഞാൻ വന്നത്. ഋത്തിക്കേട്ട റെഡിയാ. നിങ്ങളെ വിളിക്കാന്ന് വെച്ചാൽ നിങ്ങൾ ആരും ഓർക്കണ്ടേ? ഇവിടെ എന്തുകൊണ്ടാണ് പരിപാടി? അതിന് ഈ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പോവാൻ നോക്ക്. നടക്കട്ടെ, എന്തായാലും ഞങ്ങളവിടെ കാണും. ഓ മക്കൾ നടക്ക്, ഞാൻ വരാം. ശരി. ശ്രീ, കാര്യങ്ങളൊക്കെ എന്തായി? അവരൊക്കെ അവിടെ? സാർ, ഞാൻ അവരെയൊക്കെ ഗസ്റ്റ് റൂമിൽ എത്തിയിരിക്കുക. മീറ്റിംഗ് റൂം റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, റെഡി ആയിട്ട് നീ വന്ന് ഞങ്ങളെ വിളിക്കുക. സാർ, എന്നാ ശരി, ഒരു കാര്യം കൂടെ നോക്ക്. എടാ, ഞാൻ ഇപ്പൊ വരാം, എനിക്കൊരു കോള് വരുന്നുണ്ട്. ഇവൻ ആരടാ ഈ രാവിലെ തന്നെ വീഡിയോ കോൾ വിളിക്കും? ചിലപ്പോൾ ലാവണ്യായിരിക്കും. അവൻ്റെയൊക്കെ യോഗം. അതെന്ത് അങ്ങനെ ഒരു സംസാരം? അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് വരണമുണ്ട്. അതിന് ഫീലിങ്സ് ഒന്നും ഇല്ലടാ. അതിന് തിന്നണം, ഉറങ്ങണം, അടി കൊള്ളണം, ഇത്രേ ഉള്ളൂ. ശരി, വിടും. ഞാൻ ഋത്തിക്കേട്ട വരുന്നുണ്ട്. ആരായിരുന്നു രാവിലെ തന്നെ? ലാവണ്യാടാ. ഒരു ഗിഫ്റ്റ് സ്ഥലത്ത് ഞാൻ വിളിച്ചതാ. ആർക്ക്? എടാ, നിനക്കറിയാം, അന്ന് ഇവ ഒരു പെൺകുട്ടിയെ പറ്റി ചോദിച്ചുകൊണ്ട് നടന്നില്ലേ? അവളുടെ ബർത്ത്ഡേ ആടാ ഇന്ന്. അതിന് ഗിഫ്റ്റ് സെലക്ട് ചെയ്യാനാ അവൾ എന്നെ വിളിച്ചത്. നിങ്ങളെന്തിനാ എന്നെ ഊന്നി പറയുന്നേ? എനിക്കെന്നാ കൊച്ചിന്റെ ഡാൻസ് കണ്ടൊക്കെ ഇഷ്ടപ്പെട്ടു. അതിനെപ്പറ്റി പറയാനാ കൊച്ചിനെ പറ്റി അന്വേഷിച്ചു നടന്ന്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുമ്പോൾ വേറെ ഒന്നുമല്ല. ഉവ്വേ, ഞങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. സാർ, എല്ലാം റെഡിയായി. ഓക്കെ, നീ നടക്ക്, ഞങ്ങൾ വന്നേക്കാം. ഗുഡ് മോർണിംഗ് ആൾ. സാർ, പ്രോജക്റ്റിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? നോ ഋത്തിക്, there is no mistake, but we have some suggestion. അതൊന്ന് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാനാ വന്നെ, വേറൊന്നുമല്ല. ഓ ഓക്കെ. ശ്രീ, പ്രൊജക്ടർ റെഡിയല്ലേ? റെഡിയാണ് സാർ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? എന്നാ ശരി തന്നോ, എല്ലാം പറഞ്ഞതുപോലെ. ഋതിക്, ഋഷി, എന്നാ ഞാൻ അങ്ങോട്ട്. ഓക്കെ സാർ, ബൈ. എന്നാ ശരി, നിങ്ങൾ വീട്ടിലോട്ടല്ലേ? നീ എവിടെ പോണു? ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. എന്നാ ഞങ്ങളും ഉണ്ട്. വീട്ടിൽ പോയിട്ട് എന്തെടുക്കാനാ? നിങ്ങൾ വീട്ടിൽ പോവും, ഭാര്യമാരുമായിട്ടൊക്കെ അടിച്ചു പൊളിക്കുന്നേ. അവരവിടെ ഇല്ലടാ, അവിടെ തന്നെ അവരുണ്ട്. നിനക്കങ്ങനെ അറിയാം? ഞാൻ ആരെ വിളിച്ചു ചോദിച്ചു, അവർ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. ശരി, എന്നാ ഞാൻ പോട്ടെ, ബായ്. എടാ, ഇവൻ എന്തോ ഒരു മാറ്റമില്ലേ? എനിക്കും തോന്നി. എന്തായാലും നീ അത് വിട്, നമുക്ക് പോവാം. ഞാൻ കുറച്ച് ബിസി ആയി പോയടാ, അതുകൊണ്ടല്ലേ. ആളുണ്ട് അകത്ത്. എനിക്കൊരു സഹായം ചെയ്യാവോ മോള്? ചേച്ചിയെ കൊണ്ട് പാട്ട് പാടിപ്പിക്കോ? പിന്നെ ഇങ്ങോ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ശരി, പാടാം. എല്ലാവരും ഒന്ന് നോയിക്കൊണ്ടിരിക്കുന്ന കൈയടിക്കോ. ഒരു കണ്ണിൽ നീർക്കസിയാ, ഉദട്ട് വഴി ഉസിർക്കസിയാ, ഒന്നാല சில முறை இறக்கவும் சில முறை பிறக்கவும் ஆனதே. அடாத்தோட விழுந்த என
கடந்து ஆத்தோட போவது போல் நெஞ்சு உன்னோடதான் பின்னோடதே அடக்காலம் மறந்து காட்டு மரம் பூக்கிறது. ചേച്ചി എന്റെ കൂടെ ഒന്ന് പുറത്ത് വരാവോ? എവിടേക്കാ മോളെ നമ്മൾ പോകുന്നത്? വാ, വന്നിട്ട് പറയാം. അമ്മേ, കോഫി. നിന്റെ ഭാര്യയോട് പോയി ചോദിക്കടാ. വന്ന് വന്ന് വീട്ടിലും വിലയില്ല. അത് പണ്ടേ നിനക്കില്ലല്ലോ. കേറിപ്പെടാ. നിന്നോട് ഞാൻ വല്ലതും ചോദിച്ചോ? നീ ആരാടാ എന്നോട് പറയാൻ? പിള്ളേരെ, മര്യാദയ്ക്ക് പോകുന്നുണ്ടോ എവിടെയെന്ന്? കല്യാണം കഴിഞ്ഞൊന്നും ഞാൻ നോക്കത്തില്ല. അടി വെച്ച് തരും രണ്ടെണ്ണത്തിന്. നീ നിന്റെ റൂമിൽ പെടാ. നിനക്കല്ലേ കോഫി വേണമെന്ന് നേരത്തെ പറഞ്ഞത്? ഇവിടെയാണോ നിൽക്കുന്നത്? അടുക്കളയിൽ പെടാ. പിള്ളേരെ കൊണ്ട് തോറ്റ്. വയസ്സായാലും സമാധാനം വെച്ചു. സോറി, ഇന്നലെ നടന്നതൊക്കെ ഞാൻ ഇപ്പോഴറിയുന്നു. അത് വിട്, ഞാനല്ലേ അതിന് കാരണം. പിന്നെ ഇത് കാരണം നിന്റെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്തോന്ന്? നീ പറഞ്ഞതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്, അപ്പോ കത്തും. എവിടേക്കാ മോളെ നമ്മൾ പോകുന്നത്? അത് പറയാം, വാ. ചേച്ചി ഒന്ന് മുള്ളോട്ട് നോക്കിയേ. Annie, happy birthday. And one more thing, I love you. Love you more than anything. എന്താ ഇന്നും ചേച്ചിയുടെ പോണോ കിടപ്പ്? ആണെങ്കിൽ ബട്ട് ഇന്ന് നീ ചേച്ചിയുടെ ഒപ്പം കിടക്കില്ലല്ലോ മോളെ. ഋഷി, എന്താ ഉദ്ദേശം? നിനക്കറിയാലോ. അഗ്നി, താനെന്തോന്നും പറയാത്ത? ഇല്ല, എനിക്കിത് പറ്റില്ല. സോറി. അതെ മോനെ, എന്റെ കാലൊന്നും തിരുമ്മി തരാവോ? ഓ, തരാലോ. ഇങ്ങയുടെ കാതിൽ എന്തോ പൂച്ച കെത്തി കിടക്കുകയാണ്. ഇത്ര നേരെ വിളിക്കാൻ തുടങ്ങിയിട്ട്. ഒടുക്കത്തെ അഹങ്കാരം, ചാടപ്പട്ട് തെണ്ടി. എനിക്കിനിയും പറ്റത്തില്ല. ഐ നീഡ് യു റൈറ്റ് നൗ. ഇപ്പൊ ശരിയായില്ലേ? ആടാ, ശരിയായി. എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഞാൻ ഒന്ന് പൊക്കോട്ടെ. ആ, നീ പോയി കിടന്നുറങ്ങിക്കോ. ആ, എന്താ വന്ന?
എന്റെ ഭാര്യ കുറെ നേരമായില്ലേ വിളിക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ടാ പാവലേന്ന് വിചാരിച്ചു. ഓ അതുകൊണ്ട് എനിക്ക് ഇനി ആരും ബുദ്ധിമുട്ടണമെന്നില്ല. തിരിച്ചു വെക്കോ. ഏയ് ലാവണ്യ, എപ്പോഴത്തെയും പോലെ അടികൂടി കളയാനാണോ വിചാരം? Can I ask you something? എനിക്ക് നിന്നെ മൊത്തത്തിൽ സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുണ്ട്. ചെയ്തോട്ടെ? Are you accepting? அடைமழை வரும் அதில் நனைவோமே குளிர் காய்ச்சலோடு சிநேகம் ஒரு போர்வைக்குள் இரு தூக்கம் குடு குடு பொய்கள் சொல்லி என்னை வெல்வாய் அது தெரிந்தும் கூட அன்பே மனம் அதையேதான் எதிர்பார்க்கும் எங்கேயும் போகாமல் தினம் வீட்டிலேயே நீ வேண்டும் சில சமயம் விளையாட்டாய் உன் ஆடைக்குள்ளே நான் வேண்டும் ഞാൻ ഇന്നും തനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും, ഇത്ര കാലം വേണമെങ്കിൽ.